بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد الله سبحانه وتعالى നമുക്കും നമ്മിൽ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സഹോദരൻ അദ്ദേഹത്തിന്റെ കാലിന്റെ മസിലിൽ ഒരു ചെറിയ പ്രയാസമുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് വസൂയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരടക്കം എല്ലാവരുടെയും അസുഖങ്ങൾക്ക് അല്ലാഹു ആഫിയായ ശിഫ ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ തഖ്വയോടെ ഈമാനോടെ ജീവിക്കാൻ വഫാത്തിന്റെ നേരത്ത് പൂർണ്ണ ഈമാനോടെ കലിമ ചൊല്ലി വിട പറയാൻ അല്ലാഹു നമുക്ക് നമ്മുടെ അഹ്ലികാർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ നമ്മൾ മഹല്ല തലത്തിൽ നടത്തിയ ഉദ്ഹിയ്യത്ത് കർമ്മം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധ്യമായി. ഒരുപാട് ആളുകൾ അതിനുവേണ്ടി പ്രത്യേകം സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല നിരക്കുള്ള സഹായങ്ങൾ നൽകിയ ആളുകളുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത യുവാക്കൾ, അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ നാട്ടിലെ വലിയ ഒരു ഖൈറിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി അവർ നീക്കിവെച്ച സമയങ്ങൾ അല്ലാഹു അവരുടെ ജീവിതത്തിൽ ബറക്കത്തായി അവർക്ക് പകരം നൽകട്ടെ. അതിന്റെ ഫലമായി അവർക്കും അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആഖിറത്തിൽ ഉയർന്ന പ്രതിഫലം നൽകാൻ കഴിയട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ, പ്രധാനമായ ഒരു ഹദീസിൽ നബി തങ്ങൾ പറയുന്ന ഒരു വാക്കാണ് തഫക്കറു ഫി ആലാഇല്ലാഹി വലാ തഫക്കറു ഫില്ലാ. തഫക്കറു, നിങ്ങൾ ആലോചനകൾ നടത്തണം. ഫി ആലാഇല്ലാ, അല്ലാഹുവിനെ കണ്ടെത്താൻ സാധ്യമാകുന്ന അനേകം ഉപാധികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ പ്രപഞ്ചത്തിലെ അല്ലാഹുവിനെ കണ്ടെത്താൻ സഹായിക്കുന്ന ഉപായങ്ങളിലേക്ക് നോക്കി നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനകൾ നടത്തണം. എന്നാൽ വലാ തഫക്കറു ഫില്ലാ, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്. അല്ലാഹുവിന്റെ സത്ത എങ്ങനെയാണ്, അവന്റെ രൂപം ഉണ്ടോ ഇല്ലേ, അവന്റെ സത്തയും ഉണ്മയും എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മമായ തലങ്ങളെ കുറിച്ചല്ല. നിങ്ങളുമായി ബന്ധപ്പെടുന്ന നിങ്ങളുടെ ചെറിയ കുഞ്ഞു തലച്ചോറിനകത്ത് ഭാഗമാകുന്ന വിവരങ്ങൾ, അല്ലാഹുവിനെ കണ്ടെത്താൻ സഹായിക്കുന്ന വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ നിങ്ങൾ നടത്തണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. വിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലങ്ങളിലാണ് അഫലാ യൻദുറൂന എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസികളുടെ കൂട്ടത്തിലെ ഏറ്റവും ബലമുള്ള ഉറപ്പുള്ള ഈമാനുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് നിരവധി സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചനകൾ നടത്തുന്നവരാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ കൗതുകങ്ങൾ, അതിന്റെ വിസ്മയങ്ങൾ, രാപകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതിലുള്ള അതിശയങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ലആയാതിൻ ലിഉലിൽ അൽബാബ്, അവയെ കുറിച്ചൊക്കെ ആലോചിച്ചാൽ ബുദ്ധിയുള്ള ആളുകൾക്ക് അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആരാണ് ഇതിനെയൊക്കെ ഇങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ, ഇരിപ്പിലും നടപ്പിലും ഒക്കെ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുന്ന ആളുകൾക്ക് ഇതിലൊരിക്കലും അവർക്ക് വിശ്രമിക്കാൻ കഴിയില്ല. അലക്ഷ്യമായിട്ട് അവരുടെ ദൃഷ്ടിപഥങ്ങളെ അവർക്ക് ഇതിനത്തോട്ട് അടച്ചു വെക്കാൻ കഴിയില്ല. അവർ പറയും റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ പടച്ചതല്ലല്ലോ റബ്ബേ എന്നവർ പറയുമെന്നാണ്. ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളിലേക്ക് നിരന്തരമായി കണ്ണോടിക്കൽ, നമ്മുടെ ചിന്തകൾ അതിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവന്നിടൽ, ആ പ്രപഞ്ചത്തിൽ കാണുന്ന വിസ്മയങ്ങളെ കുറിച്ച് ആലോചിച്ച് അല്ലാഹുവിലേക്ക് വീണ്ടും വീണ്ടും ശുക്ർ പറഞ്ഞുകൊണ്ടിരിക്കൽ, ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കൽ, തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരിക്കൽ, അതൊരു വിശ്വാസിയുടെ ഈമാനിനെ ബലപ്പെടുത്തുന്ന ഇന്ധനങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. സ്വഹാബത്ത് അങ്ങനെയാണ് ശീലിച്ചിരുന്നത്. നമുക്കറിയാം, മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഇങ്ങനെ കേട്ടപ്പോഴാണ് വീട്ടിന്റെ മച്ചിൽ മഹാനവറുകൾ ഇരിക്കുന്ന നേരത്താണ് ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുന്നത്. ആ ആയത്ത് കേട്ടപ്പോഴാണ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, അല്ലാഹു ഇതൊന്നും വെറുതെ പടച്ചതല്ലല്ലോ, അല്ലാഹു എത്ര പരിശുദ്ധനാണ് റബ്ബേ,
നിന്റെ ആ അദാബിനെ തൊട്ട് എന്നെ കാക്കണേ എന്ന ആ ആയത്ത് ഓതിയപ്പോഴേക്ക് മഹാനവർകൾ ബോധരഹിതനായി വീണുപോയി എന്നാണ്. ആലോചിക്കാൻ വേണ്ടി നമ്മളോട് പറയുന്ന തരത്തിലുള്ള ആലോചനകൾ പോലും സാധ്യമാകാത്ത വിധത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിരന്തരമായി നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിന് പോലെയാണ്. ആ എഞ്ചിന് ഓരോ ഘട്ടങ്ങളിലും ഓരോ സമയങ്ങളിലും ആവശ്യമായിട്ടുള്ള ഇന്ധനങ്ങളെ നമ്മൾ പാസ് ചെയ്ത് നൽകിയിട്ടില്ലെങ്കിൽ ദ്രവിച്ചു പോകും, അതിന്റെ പ്രവർത്തനം നിലച്ചു പോകും. ചിലപ്പോൾ അതിന്റെ പ്രവർത്തനം അത് വളരെ വേഗത കുറഞ്ഞതായി പോകും. വളരെ ഫാസ്റ്റ് ഉള്ള രീതിയിൽ നമ്മുടെ എഞ്ചിൻ പ്രവർത്തിക്കാൻ ആവശ്യമാകുന്ന ഇന്ധനങ്ങളെ നിറച്ചു കൊടുക്കുന്നത് പോലെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു, സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിന്റെ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു മഹാനവർ പഠിപ്പിക്കുന്നത് കാണാം, അൽ ഫിക്റത്തു നൂറുൻ യദ്ഖുലു ഖൽബക, നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു നൂറാണ്, ഒരു പ്രകാശമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനകൾ എന്നാണ്. മഹാനായ ഇമാം ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനവർ പറയുകയാണ്, അത്തഫക്കുറു സഅതൻ ഖൈറുൻ മിൻ ഖിയാമി ലൈല, ഒരു രാത്രി മുഴുവൻ അശ്രദ്ധയോടുകൂടി നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമം അത്തഫക്കുറു സഅതൻ, അത്തഫക്കുറു സഅതൻ, ഒരു മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനകൾ നടത്തലാണ്. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ആരോഗ്യങ്ങളെ കുറിച്ച്, നിങ്ങളുടെ ശരീരങ്ങളെ കുറിച്ചെങ്കിലും നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന ചോദ്യം ഖുർആൻ ഉന്നയിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു ഒരുക്കപ്പെട്ടിട്ടുള്ള നിരവധി സംവിധാനങ്ങളെ അള്ളാഹു ശത്രുക്കൾക്ക്, കാഫിറുകളായ ആളുകൾക്ക് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? ഈ പ്രപഞ്ചം നിങ്ങൾ കാണുന്നില്ലേ? എങ്ങനെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്? ഈ ഗാലക്സികൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ലോകത്ത് 35 വർഷത്തോളം നാസ്തികതയുടെ, നിരീശ്വരവാദത്തിന്റെ അപ്പോസ്തലനായി ജീവിക്കുകയും അത്രയും കാലം നിരീശ്വരവാദത്തിന്റെ സെമിനാറുകളുടെ അധ്യക്ഷനായി അവരോധിക്കപ്പെടുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട യൂറോപ്യൻ തത്വചിന്തകൻ, ഫിലോസഫർ, അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചത്, പ്രപഞ്ചത്തിന്റെ മനുഷ്യന് കണ്ടെത്താൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പ്രപഞ്ചത്തിന്റെ വികാസത്തെ കുറിച്ച് പഠനം നടത്തിയിട്ട് മനുഷ്യന്റെ ചിന്തയെ അതിനോട് കൂടെ ഓടിയെത്തിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്, there is a God, ഒരു ഈശ്വരൻ ഇവിടെയുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അതാണ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. ആലോചനകൾ നടത്തുന്ന ആളുകൾക്ക് ആ ഉത്തരത്തിലേക്ക് എത്തിച്ചേരേണ്ടി വരും. ദൗർഭാഗ്യവശാൽ നമുക്ക് ഈമാനിന്റെ വെളിച്ചം കിട്ടിയിട്ടുണ്ട്, താക്കോല് കിട്ടി, ഹിദായത്തിന്റെ വാഹനവും കിട്ടി, ഹിദായത്തിന്റെ താക്കോല് നമ്മുടെ കയ്യിലുണ്ട്. ഈമാനാകുന്ന വാഹനവും ഹിദായത്തിന്റെ താക്കോലും അത് എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന കാറ്റലോഗ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടും നമ്മൾ ഇപ്പോഴും അശ്രദ്ധരാണ്. നമുക്ക് ആ വാഹനത്തിൽ കയറിയിട്ടൊന്നും സഞ്ചരിക്കേണ്ട കാര്യമേ ഉള്ളൂ. നമുക്ക് അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തിന്റെ അസ്റാറുകളിലേക്ക്, അല്ലാഹുവിന്റെ സൃഷ്ടിവൈഭവങ്ങളുടെ ഉള്ളറകളിലേക്ക് നമ്മുടെ ചിന്തകളെ പായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ വിശ്വാസത്തിൽ ഫലമുണ്ടാവുകയുള്ളൂ. അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എപ്പോഴാണ് ബലപ്പെടുക? അല്ലാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം എനിക്ക് കൂടുമ്പോഴാണ്. വിജ്ഞാനം കൂടുക എന്നത് പണ്ഡിതന്മാർക്ക് മാത്രം പറയപ്പെടുന്ന ഒന്നല്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം എനിക്ക് കൂടുക എന്ന് പറഞ്ഞാൽ ഇന്നലെ എനിക്കുണ്ടായിരുന്ന ഈമാനിന്റെ ആസ്വാദനത്തെക്കാൾ, മധുരത്തെക്കാൾ ഇന്ന് എനിക്ക് അല്പം കൂടി എന്ന് പറയാൻ കഴിയണം. ഇന്നലെ ഞാൻ നിസ്കരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അനുഭൂതിയേക്കാൾ അല്പം അനുഭൂതി എനിക്ക് ഇന്നുണ്ടായി എന്ന് പറയാൻ കഴിയണം. അതിന് നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക എന്നതല്ല. ഓരോ വിശ്വാസിക്കും സ്വന്തമായി തന്നെ അവന്റെ ചുറ്റുപാടുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ ഇവിടെ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. നിരന്തരമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനബോധങ്ങൾ വിശ്വാസിയുടെ ഹൃദയത്തിൽ കൂടണം. അങ്ങനെ കൂടുമ്പോഴാണ് അവർക്ക് മാത്രമേ അള്ളാഹുവിനെ ഭക്തിയോടുകൂടി അള്ളാഹുവിനെ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. വിവരമുള്ളവർക്കാണ്, പണ്ഡിതന്മാർക്കാണ് അള്ളാഹുവിനെ ഭയപ്പെടാൻ കഴിയുക. ആരാണ് പണ്ഡിതന്മാർ? സാമ്പ്രദായികമായ വൈജ്ഞാനിക രീതികളെ മാത്രം ആശ്രയിക്കുന്നവർ എന്നല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനബോധങ്ങൾ നിരന്തരമായി ഉണ്ടാക്കിയെടുക്കുന്നവർ. അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വിശ്വാസിയുടെയും മരണം വരെ നീളേണ്ട ഒരു പ്രക്രിയ ആണ്. ഒരു പ്രൊഫഷണലായ വിദ്യാഭ്യാസ രീതി അല്ലാതെ മരണം വരെ നീളേണ്ട പ്രക്രിയയാണ്.
എനിക്ക് എന്റെ കൽബിലാണ് ജ്ഞാനബോധം ഉണ്ടാകേണ്ടത്, എന്റെ നാവിലാകരുതല്ലോ. നാവിലുണ്ടാകുന്ന, പേപ്പറിലുണ്ടാകുന്ന, എഴുത്തിലുണ്ടാകുന്ന ജ്ഞാനബോധമല്ല ഇസ്ലാം. ഇസ്ലാമിന്റെ ജ്ഞാനബോധം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിലുണ്ടാകുന്ന ജ്ഞാനബോധമാണ്, അത് മഅരിഫത്താണ്, അത് ഈമാനാണ്, അത് യഖീനാണ്. അത് നിരന്തരമായി ഇതിനാവശ്യമായ പിന്തുണകൾ നൽകപ്പെട്ടുകൊണ്ടേയിരിക്കണമെന്നാണ്. മഹാനായ അബൂ സുലൈമാൻ അൽ-ദാറാനി റളിയല്ലാഹു അൻഹു മഹാനവർ പറയാണ്, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും, ഫമാ യഖഉ ബസ്വരി അലാ ഷൈഇൻ ഇല്ലാ റഅയ്തുല്ലാഹ അലയ്യ ഫീഹി. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും, പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണുന്ന ഓരോ വസ്തുക്കളിലും അല്ലാഹു എനിക്ക് നൽകിയ നിഅമത്തിന്റെ പൊരുളുകൾ എനിക്ക് കാണാൻ കഴിയും. അത് കാണുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാതെ എനിക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. നമ്മുടെ മുമ്പിലൂടെ ജീവിച്ച മഹാനാണ് ശൈഖുൽ അത്തിപ്പറ്റ ഉസ്താദ് റളിയല്ലാഹു അൻഹു. രോഗിയായി പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിലും നാവ് കൊണ്ട് മൊഴിയാൻ ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിലും അൽഹംദുലില്ലാഹ് ഒഴിവാക്കിയിട്ടുള്ള മണിക്കൂറുകൾ ഉണ്ടായിരുന്നില്ലല്ലോ ഉസ്താദിനെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ, സംസാരിക്കുന്ന ഇടങ്ങളിൽ, അവൻ ഇടപെടുന്ന മേഖലകളിലൊക്കെ അവന്റെ കണ്ണു പോകുന്നിടത്ത് അവൻ നിഅമത്ത് കാണുന്നു, അവന്റെ കാത് കേൾക്കുന്നിടത്ത് അവൻ നിഅമത്ത് കാണുന്നു, അവന്റെ കൈ ചലിക്കുന്നിടത്ത് അവൻ നിഅമത്താണ്. ഈ നിഅമത്തുകളൊക്കെയാണെങ്കിലോ അല്ലാഹുവിന്റെ ഇഫ്ളാലാണ്, അല്ലാഹുവിന്റെ ഇഹ്സാനാണ്. ഇഫ്ളാലിന്റെ പ്രത്യേകത എന്താണ്? അങ്ങോട്ടൊന്നും കൊടുക്കാതെ ഇങ്ങോട്ട് ദാനമായി നൽകിയ ഭിക്ഷകളാണ്. അത് അനുഭവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹംദ് പറയാതിരിക്കാനാവില്ല, തസ്ബീഹ് പറയാതിരിക്കാനാവില്ല. ഇത് നിരന്തരമായ ആലോചനകളിലൂടെ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓരോ ദിവസവും ഓരോ വിശ്വാസിയും അവൻ തിരയണം, എനിക്ക് എവിടെയാണ് എന്റെ ഈമാനിന്റെ കുറവുള്ളത് എന്ന് എനിക്കാണ് അറിയുക, എനിക്ക് എവിടെയാണ് പോരായ്മകൾ, എന്റെ നിസ്കാരത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്കും റബ്ബിനുമാണ് അറിയുക. ആ എനിക്കും റബ്ബിനും മാത്രം അറിയുന്ന ആ വിഷയത്തിൽ തീർപ്പ് കണ്ടെത്തേണ്ടത് ഞാനാണ്. ഒരു ഡോക്ടർക്ക് രോഗിയെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്റെ ഈമാനിനെ ഡയഗ്നോസ് ചെയ്യാൻ എനിക്ക് കഴിയൂ. അതെന്റെ പ്രത്യക്ഷമായ പ്രകടനങ്ങളോ വേഷഭൂഷാദികളോ അല്ല, അതെന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന വിശ്വാസത്തിന്റെ കരുത്താണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനീങ്ങളുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുന്നിടത്ത് വജിലത്തു ഖുലൂബുഹും എന്നാണ്. അല്ലാഹുവിന്റെ നാമം കേൾക്കുമ്പോഴേക്ക് അവരുടെ ഹൃദയം പിടച്ചു പോകും. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴേക്ക് മറ്റൊന്നും അറിയാത്ത വിധത്തിൽ അവരുടെ അനുഭൂതി ഇല്ലാണ്ട് പോകും. അതിന് എത്ര കണ്ടെനിക്ക് സാധ്യമാകുന്നു എന്നിടത്താണ് എന്റെ ഈമാനിന്റെ ബലമുണ്ടാവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദൗർഭാഗ്യവശാൽ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ നിരന്തരമായി ഈ ലക്ഷ്യത്തിൽ നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കുന്നവയാണ്, നമ്മളെ അശ്രദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നവയാണ്. നമ്മെ അശ്രദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് മോനെ മനുഷ്യ, നീ വിശ്വാസത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ എന്ന് നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് പോലും നമ്മുടെ ചുറ്റുഭാഗത്തും കാണില്ല. നിങ്ങൾ ഒരു പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഹറമിന്റെ പരിസരത്തൊക്കെ പോയി നോക്കിയാൽ സല്ലു അലൻ നബി വലിയ ബോർഡിൽ കാണാൻ കഴിയുമായിരിക്കാം, അല്ലെങ്കിൽ അല്ലാഹുവിനെ ഒരു കുറില്ല എന്ന് കാണാം. പക്ഷെ നമ്മുടെ ചുറ്റുപാടുകളിലോ നമ്മുടെ പരിസരങ്ങളിലോ നമുക്കത് കാണാനുള്ള വഴികൾ കുറവായിരിക്കും. നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ നീ അല്ലാഹുവിനെ ഒന്ന് ഓർക്കൂ, നീ ഒന്ന് സ്വലാത്ത് ചൊല്ലൂ ഇത് നമ്മളെ നിരന്തരമായി ഓർമ്മിപ്പിക്കുന്ന അവസരങ്ങൾ കുറവാണ്. അവസരങ്ങൾ നമ്മളായിട്ട് നിർമ്മിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ ഓരോ ദിവസവും അരമണിക്കൂറെങ്കിലും എനിക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാക്കുന്ന ഒരു ചുറ്റുപാട്. അതിന് പക്ഷേ ഒരു കൂട്ടുകെട്ടായിരിക്കാം. ഞാൻ എവിടെയാണോ എത്തുന്നത് എങ്കിൽ അവിടെ എനിക്ക് അല്ലാഹുവിനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, ഞാനൊരു വ്യക്തിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് അയാളോട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്റെ ഈമാനിൽ ഒരു നനവനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു കുളിർ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ ദിവസവും അരമണിക്കൂറെങ്കിലും ഞാൻ അതിനുവേണ്ടി അയാളുമായുള്ള സംസാരത്തിന് വേണ്ടി മാറ്റിവെക്കണം. സുഹ്ബത്തുൽ സ്വാലിഹീൻ, സുഹ്ബത്തുസ് സ്വാലിഹീൻ, മുജാലസത്തുസ് സ്വാലിഹീൻ, നല്ല മനുഷ്യരോട് എന്റെ ഈമാനിന് ആവശ്യമായ ഇന്ധനത്തെ സമാഹരിക്കൽ എന്റെ ദൗത്യമാണ്, എന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ മഹാനോട് പറയുന്നുണ്ട്, ഞാൻ എന്റെ റബ്ബിനെ കണ്ടെത്തിയത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നത്. ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറഞ്ഞു, എന്റെ റബ്ബിൽ നിന്ന് തന്നെയാണ് ഞാൻ എന്റെ റബ്ബിനെ കണ്ടെത്തിയത്, അല്ലാഹുവിൽ നിന്ന് തന്നെയാണ് റബ്ബിനെ കണ്ടെത്തിയത്. റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പരിപാലകൻ എന്താണ്? ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ സെക്കൻഡിലും റബ്ബ് എന്ന അർത്ഥം ഈ അടിമയാകുന്ന പാവപ്പെട്ട ഈ അടിമയിൽ പ്രയോഗിക്കപ്പെട്ട് നമ്മളൊക്കെ കാണുകയാണ്. എന്റെ ഈ ചലനങ്ങൾ, അംഗവിക്ഷേപണങ്ങൾ, എന്റെ ശ്വാസോച്ഛ്വാസം, ഇതിലൊക്കെ അല്ലാഹു റബ്ബാകുന്നു, എന്റെ പരിപാലകനാകുന്നു എന്നതിന്റെ അടയാളങ്ങളാണ്. ഇല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് സാധ്യമാകുമായിരുന്നില്ല. അങ്ങനെയുള്ള ആലോചനകളിലേക്ക് നിരന്തരമായി നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ കേൾവിയെ, നമ്മുടെ ചിന്തകളെ നിരന്തരമായി ഇതിലേക്ക് എത്തിക്കുവാൻ സാധ്യമാക്കുക എന്നിടത്താണ് ഒരു വിശ്വാസി വിജയിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടിയുള്ള അവസരങ്ങളെ നമ്മൾ പെറുക്കിയെടുക്കണം.
കവർന്നെടുക്കണം നമ്മുടെ ജീവിതത്തിൽ നിന്ന്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വ്യായാമത്തിന് വേണ്ടി സമയങ്ങളെ കവർന്നെടുക്കാറുണ്ട്. തിരക്കുള്ള ജീവിതമാണെങ്കിലും അല്പം വ്യായാമത്തിന് വേണ്ടി, ആസ്വാദനങ്ങൾക്ക് വേണ്ടി, എന്റർടൈൻമെന്റിന് വേണ്ടി, കുടുംബക്കാരോട് സംസാരിക്കാൻ വേണ്ടി, ഇഷ്ടമുള്ളവരുടെ കൂടെ ഔട്ടിങ്ങിന് വേണ്ടി നമ്മൾ സമയത്തെ കവർന്നെടുക്കാറുണ്ട്. പക്ഷേ എന്റെ ശുക്ർ, അള്ളാഹു എനിക്ക് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ പറയാൻ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ, ഞാനും എന്റെ റബ്ബുമായിട്ടുള്ള ബന്ധത്തിനെ ഒന്ന് മൂർച്ച കൂട്ടാൻ ഞാൻ എത്ര സമയം കവർന്നെടുക്കാറുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 24 മണിക്കൂറിനുള്ളിൽ നമുക്കൊക്കെയും അല്പസമയമെങ്കിലും ഓരോരുത്തരും അതിനുവേണ്ടി നീക്കിവെക്കുന്ന സ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ ഈമാനിന്റെ തലവും വിധാനവും ബലവും ഉയരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ്.